മണിക്കല്ലേ നോമ്പിന്റെ തുടങ്ങുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടാണ് നോമ്പ് പിടിക്കേണ്ടത്. അപ്പൊ 5 മണി വരെ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വർക്ക് ചെയ്യാം. ഉറങ്ങിയില്ല? ഇല്ല അച്ഛാ, എന്റെ ദിവസങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. ഉറക്കമില്ലാത്ത രാത്രികൾ, ഉറക്കമേ ഇല്ല. ഇങ്ങനെയാണ് ദിവസങ്ങൾ പോകുന്നത്. എന്ത് കഷ്ടപ്പാടാന്നറിയോ ഒരു ഡിഗ്രി കിട്ടാൻ. പോവാ അച്ഛ, എനിക്ക് സത്യം പറഞ്ഞില്ലേ കുറെ വർഷമായി ഇങ്ങനെയൊക്കെ നോമ്പ് പിടിച്ചിട്ട്. എനിക്കറിയാം, അതേനെ എനിക്ക് പേടിയായിട്ടിരിക്കണം. അതേ ഞാൻ പറയാറുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് പേടിയായിട്ടിരിക്കണം അച്ഛാ. എന്നെ കൊണ്ട് അങ്ങനെ പറ്റാത്തതാണ്. അമ്മ നോമ്പ് പിടിക്കണ അമ്മേനെ കൊണ്ട് പറ്റത്തില്ല. കഴിക്കാനല്ലേ പോണല്ലേ നോമ്പെന്ന് അങ്ങനെയാ. ഇനി വൈകിട്ട് വരെ കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നെടുത്ത് രാത്രി ഇവര് ഉറങ്ങാൻ പോണേന് വിളിച്ചു പറഞ്ഞു, അതിന് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോണ എല്ലാം സെറ്റ് ആക്കണം, സമയമാകുമ്പോ നീ റെഡി ആയിരുന്നു പറഞ്ഞ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇരുന്ന് സെറ്റ് ആയപ്പോ ഇവ കിടന്ന് ഉറങ്ങുന്നു. നല്ലതുപോലെ എന്നെ കൊണ്ട് പറ്റൂല. 5 മണിക്ക് ശേഷം കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോണം. സമയമില്ല അബി. കറക്റ്റ് 5 മണിക്ക് നമ്മള് ഫുഡൊക്കെ കഴിച്ചെല്ലാം സെറ്റായി നമുക്ക് പഠിക്കാം. നോർമലി ഇങ്ങനെ വീട്ടിലൊക്കെ ആയിരിക്കും ചിലവര് കഴിക്കുന്നല്ലേ. നമുക്ക് പിന്നെ ഇവിടെ കണ്ടില്ലേ അവര് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ നമുക്ക് വെളിയിൽ പോയി കഴിക്കാം. ഉഷാറാബി, രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന അങ്ങനെ. ആ ശരിതാ, അതിന് ലൈസൻസ് ഇല്ല എന്നബി. ഉറക്കത്തിലാണോ അതോ വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ വീഡിയോ എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്ക് തിന്നാം ബാബാ. വണ്ടി ഒട്ടിക്ക് അറിയാത്ത എൻ്റെ ഒരു ചാവി തന്ന. നമ്മള് ഫുഡ് കഴിക്കാൻ വന്ന് നേരത്തെ ഉറങ്ങിക്കിടന്നു. അതാണ് ഇതില്ല. ഇപ്പൊ എനർജി ആയി. ഇപ്പൊ ഫുഡ് കഴിക്കാം. പ്രോട്ടീൻ എന്തെങ്കിലുമൊക്കെ അകത്ത് കയറിയാലും നാളെ എനർജി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിക്കനും ബീഫും ഇന്ന് അടിച്ച് കയറ്റിട്ട് കിടന്ന് ഉറങ്ങണം. എത്രത്തോളം ലേറ്റ് ആയിട്ട് വരെ ഇരിക്കാൻ പറ്റും അത്രത്തോളം നല്ലത് കേസ്. അപ്പോൾ നിറയെ സമയം കിടന്ന് ഉറങ്ങിയിട്ട് നാളെ നോമ്പ് കറക്റ്റായിട്ട് എഴുന്നേറ്റ് തുറക്കുമ്പോൾ എഴുന്നേറ്റ് നോക്കാം. ചാലക്കത് കഷ്ടപ്പെട്ട് പിടിച്ചിരുന്നിട്ട് രാവിലെ 7 മണിക്ക് കിടന്ന് ഉറങ്ങിയാൽ വൈകുന്നേരം എഴുന്നേറ്റാൽ മതി. എന്താകുമ്പോൾ വീണ്ടും നോമ്പ് തുറക്കാം. അങ്ങനെയൊന്നും പറ്റൂല. ഞാനിപ്പോ മുസ്ലിം ഡ്രസ്സില്ലേ കേട്ടോ കാണാൻ. തട്ടാ കൂടെ ഇട്ട എങ്ങനെ കോഴി കാണിച്ചോളൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വെള്ള തിന്നാം. നല്ല രീതിയിൽ പ്രോട്ടീനൊക്കെ ഹെവി ആയിട്ട് അടിച്ച് കയറ്റാന്ന് പറഞ്ഞാൽ വന്നേ. ഇത്ര ദൂരം വന്ന് ഇവിടെ ചിക്കൻ്റെ 2 സാധനമേ ഉള്ളൂ. ചിക്കൻ മസാല, ബട്ടർ മസാല, ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും നമുക്ക് ആ ചിക്കനെ മാത്രം കുറെ തിന്നാം. അപ്പൊ പ്രോട്ടീൻ ഫില്ല. മുട്ട തിന്നാ പ്രോട്ടീൻ ഇറങ്ങും. വൈകുന്നേരം ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ നോമ്പെടുക്കാൻ പോകുന്നത്. ഇപ്പൊ മുസ്ലിം നോമ്പ് നമുക്ക് നോമ്പൊക്കെ ഉണ്ടല്ലോ, അതുപോലെ എടുത്തിട്ടില്ലേ? ആദ്യമായിട്ടാണ് ഞാൻ നോമ്പെടുക്കാൻ പോകുന്നത്. അത് നോമ്പാ, റിയൽ നോമ്പ്. ഫുഡേ കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, മൂത്രം ഒരു മിനിറ്റ് കൂടെ ഗൈസ്, ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു വിവരം ഇല്ലാത്തതാണ്. ആരെയും വിളിച്ചു ചോദിച്ചാൽ എപ്പോഴാണ് നോമ്പ് എടുക്കും ഗൈസ്. എന്നാണ് ഒരു നിഗമനം, ശരിക്കും ആണോന്ന് അറിയത്തില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ ടെൻഡൻസി വരും. അമ്മ ചായ കൊണ്ടുവരും. ഇങ്ങനെ അറിയാതെ കുടിക്കാനില്ല. അറിയാതെ കുടിച്ചാൽ നോമ്പ് തെറ്റത്തില്ല. ഇല്ല, ചുമ്മാ ഇരിക്കാൻ പറ്റുമായിരിക്കല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കണ കാണുമ്പോൾ എനിക്ക് തോന്നി പിള്ളേർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇരിക്കുന്നില്ല. എന്തായിരുന്നു ഇപ്പൊ ഇത് പിന്നീട് നോക്കാന്ന് വിചാരിച്ചു. ഗുഡ് പ്ലാൻ ഉണ്ട്. 8 മണിക്ക് രാവിലെ വീട്ടിൽ പോകാം. എന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ നാളെ ഒരു 2:30-3 മണിയാകുമ്പോൾ എഴുന്നേക്കും. രാവിലെ ഒരു ഉച്ച
നോമ്പ് നോമ്പ്. ഇനി അഴുക്ക വാക്കുകളൊന്നും പറയാൻ പാടില്ല കേട്ടാ. നീ തന്നെ നിന്റെ പേര് പറയാൻ പാടില്ല കേട്ടാ ഇവിടെ. പറയാൻ പറ്റണില്ല. പോവാം ഗൈസ്. ഉമ്മനീരിറക്കരുത്. ശരിക്കും ഞാൻ പറഞ്ഞത് ഗൈസ്, ഇങ്ങനെ റൂൾസ് ഒക്കെ ഉണ്ട്. അയ്യോ ശരിക്കും അറിയത്തില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ച് ഫുള്ള് പക്ക സെറ്റാക്കാം. ഇനി രാവിലെ കാണാം. ഇപ്പഴേ രാവിലെ ആയി. ഇനി ഉറങ്ങിയിട്ട് എപ്പോ എണീക്കുമെന്ന് അറിഞ്ഞൂടെ. എണീപ്പിക്കണേ. ചിലപ്പോ ഞാൻ വൈകിട്ട് എണീക്കും. കാരണം ഇപ്പൊ 6 മണിയായി. 6 മണിയാകുമ്പോ നമ്മളിനി 6 മണിക്ക് ഇനി 8 മണിക്കൂർ 12 മണിക്കൂർ എണീക്കണം. ശരിയെന്നാ ബൈ. ഉറക്കം. ഗൈസ് അങ്ങനെ രാവിലെ ആയി. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോവാണ്. പൊറോട്ട കഴിച്ചപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കത്തില്ല ഗൈസ്. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം നോമ്പ് മുറിക്കുന്നവരെ നമ്മൾ പിടിച്ചിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. നല്ല രീതിയിൽ ടയേർഡായി. രാവിലെ ഇപ്പൊ തന്നെ എഴുന്നേറ്റ്, രാവിലെ എന്നല്ല ഉച്ചക്ക് ഇപ്പൊ തന്നെ എഴുന്നേറ്റ് എനിക്ക് വർക്കുണ്ട്. ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞ 12 മണിക്ക് എഴുന്നേറ്റ് 12 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ഈ ഇരിപ്പിരുന്നതാണ്. ഞാൻ ഇതുവരെയ്ക്ക് എഴുന്നേറ്റില്ല. പല്ല് വെച്ചപ്പോ എനിക്ക് ചെറുതായിട്ടൊന്നും വിശക്കുന്നു. പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ട് എന്ത് ചെയ്യാൻ. അവന് ഫുൾ ഉറക്കം. അവൻ ഇന്നലെ പറഞ്ഞ പ്ലാൻ പ്രകാരം അവന് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അവന് 6 മണിയാകുമ്പോൾ എണീക്കും കറക്റ്റ്. ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നണം. എനിക്ക് തല ഇറങ്ങണം, കഴിക്കാത്തതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ ആവണം. നോക്കാം, കുറച്ച് സമയം നോക്കാം. പറ്റില്ലെങ്കിൽ ഞാൻ മിക്കവാറും കഴിക്കും. കാരണം എനിക്ക് പറ്റത്തില്ല ഗൈസ്. ചിലപ്പോൾ നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സെറ്റാക്കാൻ. ഗൈസ് അങ്ങനെ ഞാൻ ഉറക്കം എഴുന്നേറ്റ്. ഉച്ചക്ക് എഴുന്നേക്കെന്ന് വിചാരിച്ചാണ്. പക്ഷെ എഴുന്നേറ്റവൻ 4:30 വൈകുന്നേരം. ഇനി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും. ഉച്ചക്കൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എങ്ങനെ പിടിച്ചിരിക്കും. വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ല. ഇനി 1 മണിക്കൂറേ ഉള്ളു ഗൈസ്. നമുക്ക് ആദ്യം ഒന്ന് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വരാം. അപ്പൊ 1 മണിക്കൂറാണ്. എന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കാം. ഇത്ര എളുപ്പമാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പൊ സമയം 5:45. ഇതുവരെയ്ക്കും ഒന്നും കഴിച്ചില്ല. ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. വർക്ക് ചെയ്ത് എനിക്ക് തല കറങ്ങി എന്തൊക്കെ ആവണം. നോമ്പുറിക്കാൻ പക്ഷെ സമയമായി. അതിനുള്ളിലെല്ലാം സെറ്റാക്കണം. ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ 6 മണി വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിന് താഴെ ഇരുന്ന് വർക്ക് ചെയ്യുവാണ്. ഇനി നോമ്പ് മുറിക്കാൻ വേണ്ടി 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഗൈസ്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടാ. നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ മാത്രം തന്നെ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുറച്ച് വെള്ളം അകത്ത് പോയാൽ മതി. ഗൈസിന് കുടിച്ചെല്ലാം റെഡിയായി സെറ്റായി. നേരെ നമുക്ക് 1/2 മണിക്കൂർ നോമ്പ് മുറിക്കാൻ പോകണം. പോയല്ല 1/2 മണിക്കൂർ കഴിഞ്ഞ്. ഗൈസ് പുറത്ത് ഐസ്ക്രീം വണ്ടി വന്നു. പക്ഷെ കഴിക്കാൻ തോന്നുന്നു ഗൈസ്. കറക്റ്റ് സമയം ഗൈസ്. നോമ്പെടുക്കുന്ന ദിവസം തന്നെ വണ്ടി വരും. അല്ലാത്ത ദിവസം ഒന്നും ഐസ്ക്രീം വണ്ടി പരിസരത്ത് പോലും വരത്തില്ല. വിശക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ 6:30 നോമ്പ് തുറക്കാൻ സമയമായി ഗൈസ്. നമുക്ക് ആനിയെ പോയി വിളിക്കാം. നമ്മുടെ വീട്ടിൽ നിന്നല്ല നോമ്പ് തുറക്കാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടാണ് ഗൈസ് നോമ്പ് തുറക്കാൻ പോകുന്നത്. ആനിയെ പോയി വിളിക്കാം. നോമ്പ് തുറക്കണ്ടേ ആനി? എനിക്ക് സമയമില്ല. എന്റെ ശല്യം ഇത് കഴിച്ചാ വാ നോമ്പ് തുറക്കാൻ പോവാ. 6:45. എനിക്കിതിപ്പോ അയക്കണം. ഞാൻ എന്ത് ചെയ്യും? ബാങ്ക് വിളിക്കാൻ സമയം പോവാ. നോമ്പ് തുറക്ക്. നോമ്പ് തുറന്നിട്ട് തീരി. ഇവിടെ കൊണ്ടുവരി. എനിക്ക് എണീക്കാൻ വയ്യ. ശരി, അപ്പൊ നമ്മള് നോമ്പ് തുറന്നിട്ടില്ല. ഇവിടെ നോമ്പ് തുറക്കാതിരിക്കട്ടെ. എനിക്ക് വിശക്കുണ്ട്. ഞാൻ നോമ്പ് തുറക്കാൻ പോകണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മറ്റേ റോസ് മിൽക്കും സമൂസയൊക്കെ ആദ്യം കഴിക്കണമെന്ന്. ഗൈസ് നമ്മളിവിടെ വീട്ടിൽ നോമ്പ് തുറക്കുന്ന മറ്റേ ഷവായി, മന്തി, ബിരിയാണി ഇതൊക്കെ അല്ലേ കഴിക്കുന്നത്. പക്ഷെ കറക്റ്റ് ഒരു മുസ്ലിം വീട്ടിൽ പോയി നോമ്പ് തുറന്നാൽ നമുക്ക് ആ കറക്റ്റ് അതിന്റെ ഫീൽ കിട്ടുള്ളൂ. ആദ്യം റോസ്മേരി വാട്ടർ, റോസ്മേരി മിൽക്ക്, സമൂസ, ഫ്രൂട്ട്സ് ഇതൊക്കെ ആദ്യം കഴിക്കണം ഗൈസ്. എന്നാലേ അതിന് വൈബ് ആവുള്ളൂ. സമയമുണ്ട്. കറക്റ്റ് സമയത്ത് നോമ്പൊക്കെ മുറിക്കണം. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി. നോമ്പ് മുറിക്കാവാ. നോമ്പ് എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ മതിയല്ലേ?
ലാസ്റ്റ് വെള്ളം കുടിച്ച് അത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് ജ്യൂസ് കുടിച്ച് ഇതടുത്ത് ചായ. ഞാൻ വെച്ചാൽ ഇത്രയും കഴിഞ്ഞോണ്ട് എല്ലാം കഴിഞ്ഞാന്ന്. ഇല്ല ഗൈസ്, ഇനിയാണ് ഫുഡ് കഴിക്കാൻ. ഇത് വേറെ സ്റ്റാർട്ടർ മാത്രമാണെന്ന്. സ്റ്റാർട്ടർ കഴിച്ചാൽ വയറ് തീർത്ത്. മറ്റത് കഴിച്ചാൽ വയറൊക്കെ നിറഞ്ഞ്. ഇനി ഈ ഫുഡ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ നല്ല ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം വീർത്ത് ഇനി അടുത്ത റംസാൻ ആരെയും വീട്ടിൽ പോയി ഫുഡ് കഴിക്കല്ലേ ഗൈസ്. ഇവർ ഫുഡ് തീറ്റിപ്പിച്ച് കൊല്ലും നമ്മളെ. ഒരുപാട് ഫുഡ്, നല്ല ഫുഡായിരുന്നു ഗൈസ്. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ശരിടാ കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട്. പറ്റുക നാടൻ കഴിക്കാൻ വരാം, വയറ് ഫ്രീ ആണെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും ഈദ് മുബാറക് ഗൈസ്. ഇന്നാണ് ഈദ്. അപ്പൊ നമ്മൾ എവിടെ പോകുന്നു ഗൈസ്? നമ്മൾ ഈദായിട്ട് നൈറ്റ് റൈഡ് പോവാണ് ഗൈസ്. പൊളിക്കണ്ടേ? നോമ്പൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിരുന്നു, ഇനി നമുക്ക് നൈറ്റ് റൈഡ്. ഓക്കെ, നമ്മളിപ്പോ പെരുന്നാളായിട്ട് എവിടെയാ പോകുന്നത്? ഫുഡ് കഴിക്കാൻ. അവന് പറഞ്ഞിരുന്ന ആളാ. പക്ഷെ നമ്മളില്ലേ ബൈക്കിൽ പോകുന്ന എന്തുകൊണ്ട് നമ്മുടെ കാർ സർവീസ് സെന്ററിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ പോകുന്നത്. കുറെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളാണെങ്കിൽ കുറെ 1 മണിക്കൂർ മുന്നേ സിറ്റിയിലെത്തിയേ. സത്യം ഞാൻ കഴിച്ച്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഫുഡ് വീണ്ടും കഴിക്കണമല്ലോ. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ വട്ടം കറപ്പിച്ചിട്ട് എനിക്ക് വിശക്കുന്നവരെ കുറച്ച് വട്ടം കറപ്പിച്ചിട്ട്. ഇവൻ കാരണമല്ല വട്ടം കറപ്പിച്ച്, ഞങ്ങൾക്ക് നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കണം എന്നൊരു ആഗ്രഹം. 12:05 ടേസ്റ്റി ഫുഡ് വേണോ? ആഗ്രഹം തോന്നുമ്പോ സാധിക്കണം, അതൊക്കെ അത്ര കഴിക്കാം. ഉച്ചക്ക് 12 മണിക്ക് ചൂടാക്കി കൊടുക്കണേ. ഗൈസ്, ഞാൻ ഒരു സത്യം പറയട്ടാ, ഞാൻ ഇലുമിനാറ്റിയാണ്. ഇലുമിനാറ്റി. ഗൈസ്, ഞാൻ കുറെ നാളായിട്ട് ഇത് പറയണമെന്ന് വിചാരിച്ചാണ് ഗൈസ്. എല്ലായിടത്തും ഞാൻ റിവീൽ ചെയ്യാണ്, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. അതില്ലെങ്കിലും ഉണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ ഫൂൾ. ഗൈസ്, ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ. ഗൈസ്, അങ്ങനെ ഇഫ്താറിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ രാത്രി 1:30 ഫുള്ളി ആ ഡേ കംപ്ലീറ്റ് ആയി ഗൈസ്. നീ കറക്റ്റായിട്ട് നോമ്പ് തുറന്നില്ല. ഡയലോഗ് കഴിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ചെറിയ പെരുന്നാളിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊടിച്ചിട്ട് പോവാം. ബൈ.